പരിശുദ്ധാത്മാവേ, സഹായവും ജീവനും ശക്തിയുമായി ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ മേൽ അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി നിറഞ്ഞാലും നിന്റെ ഇരു കരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എല്ലാ കണ്ണുകളെയും അടയ്ക്കുക. പാപവും പുണ്യവും ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ ജനത്തിന്റെ മേൽ ഇറങ്ങി കെട്ടപ്പെട്ടവർ സ്വതന്ത്രരാകട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരുടെ മേൽ അഗ്നിയായി ഇപ്പോൾ ഇറങ്ങി നിറയട്ടെ. ലോകത്തിന്റെ, പാപത്തിന്റെ, പിശാചിന്റെ സകല ശക്തികളും സ്വാധീനങ്ങളും നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തിയിലും അധികാരത്തിലും ഇപ്പോൾ നിങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. നിങ്ങളുടെ ദേശങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ നിറയട്ടെ. തന്റെ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന, ഏറ്റവും അധികം പരിശുദ്ധാത്മാഭിഷേകത്തെ സ്വീകരിച്ച കന്യകാമറിയത്തിന്റെ വലിയ ആധിപത്യം ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ, അവിടുത്തെ ശക്തി പ്രാപിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ ആധിപത്യവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിറവും നിയന്ത്രണവും നിങ്ങൾ എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള വചനം. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് ക്രിസ്തു അഥവാ ദൈവപുത്രൻ. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി ഇവന്റെ മേൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു, ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപക യോഹന്നാൻ കർത്താവിനെ കണ്ടുകൊണ്ട് തൻ്റെ അടുത്തു നിന്നിരുന്ന മനുഷ്യരോട്, ജനസമൂഹത്തോട്
വിളിച്ചു പറയുകയാണ്, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഇവന്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ സാക്ഷിയാണ്. ഇവൻ പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണ്, കർത്താവായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു യോഹന്നാനിൽ നിന്ന് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ആവസിക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് ഒരു ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന്റെ യഥാർത്ഥമായ ഒരു ആരംഭം കുറിച്ചുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രന്റെ മേൽ ആത്മാവിനെ പകരുകയാണ്. ഈശോയുടെ മേല് ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ്, അതല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് ഇറങ്ങി വന്ന പിതാവിന്റെ ശക്തി രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും മരിച്ചവരെ ഉയിർപ്പിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുവാനും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനും യേശുക്രിസ്തുവിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം ഈശോയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ തേടുന്നത് മാനസികവും ശാരീരികവുമായ വിപത്തുകളും രോഗങ്ങളും ഭാരങ്ങളും വേദനകളും കടന്നു വരുമ്പോഴാണ്. അനേകര് പ്രാർത്ഥിക്കുന്നു, ചിലര് സൗഖ്യപ്പെടുന്നു, മറ്റു ചിലര് സൗഖ്യപ്പെടാതെ ചിലർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ സ്വർഗീയ വിരുന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഏതവസ്ഥയോടുകൂടിയാണോ നിങ്ങളിവിടെ കടന്നു വന്നിട്ടുള്ളത്, ആത്മീയമോ മാനസികമോ ശാരീരികമോ ആയ ഏത് വേദനയിലും പ്രതിസന്ധിയിലുമാണ്, ഏത് രോഗത്തിലും ക്ലേശത്തിലുമാണ് നിങ്ങളെങ്കിലും, നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ, നിങ്ങളെ വിടിവിക്കുവാൻ, നിങ്ങളുടെ മേലുള്ള കെട്ടുകളെ അഴിക്കുവാൻ ശക്തയായ ഒരു വ്യക്തി ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്വർഗീയ വിരുന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ പുകഴ്ചയ്ക്ക് വേണ്ടി നടത്തുന്ന വിരുന്നാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ ചുരുക്കം, അതല്ലെങ്കിൽ 2-3 ഇടത്ത് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മനുഷ്യരും പറയാറുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിന് അത്ര പ്രസക്തിയൊന്നുമില്ല, പരിശുദ്ധ മറിയത്തിന് ഈശോയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള പ്രാധാന്യം? ഒരൊറ്റ വാക്കില് നമുക്കതിനെ മനസ്സിലാക്കാം. എന്താണ് പ്രാധാന്യം? ദൈവപുത്രന്റെ അമ്മയാണ്. ഹല്ലേലൂയ. മാതൃത്വം. യേശുക്രിസ്തുവിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതിനേക്കാൾ വലിയൊരു പദവി പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകാൻ ഈ ലോകത്തിൽ ഇനി അവശേഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാവുന്ന, അതല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന്, രക്ഷാകര ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രകാരന്മാർ പ്രതിപാദിച്ചിരിക്കുകയാണ്, രക്ഷാകര ദൗത്യത്തിന്റെ ആരംഭം കുറിച്ചത് പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തോടു കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിലേക്ക് പിറന്നു വീണത്. സുവിശേഷത്തിൽ ആധികാരികമായി അംഗീകരിക്കപ്പെടാത്തതും എന്നാൽ പൂർവകാലം മുതൽ ചരിത്രരേഖകളിൽ കാണപ്പെടുന്നതുമായ വിശുദ്ധ യാക്കോബിന്റെ മറ്റൊരു സുവിശേഷത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും പരിശുദ്ധ കന്യകയുടെ ബാല്യകാലത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ ഒപ്പമുണ്ടായിരുന്ന വർഷങ്ങളെക്കുറിച്ചും ഈശോ ഈ ഭൂമിയിൽ നിന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് കടന്നുപോയതിനു ശേഷമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പരിശുദ്ധ കത്തോലിക്കാ സഭ
പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അറിയുവാൻ ആധികാരിക ഒരു ഗ്രന്ഥമായി ഉപയോഗിച്ചിരുന്നത് ആ ഒരു ലേഖന ഭാഗം തന്നെയാണ്. പരിശുദ്ധ മറിയത്തിന് എന്താണ് പ്രസക്തി? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അവിടുന്ന് ചെയ്ത ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരുപക്ഷെ എല്ലാ വിശ്വാസികൾക്കും തന്നെ മനപ്പാഠം എന്നവണ്ണം അറിയാവുന്ന ഒരു വചനഭാഗമാണിത്. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം, യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റി. അതുകൊണ്ടത് അറിയില്ലാത്ത ക്രിസ്ത്യാനികളൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധൂകരിക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കുന്ന വചനഭാഗമാണിത്. ഇന്ന് ഈ സ്വർഗീയ വിരുന്നിൽ നമ്മളെ സംബന്ധിച്ച് നാം തിരിച്ചറിയേണ്ട പരമമായ ഒരു നിഗൂഢ യാഥാർത്ഥ്യം, പരിശുദ്ധ മറിയത്തോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നടത്തപ്പെടുന്ന ഈ വിരുന്നിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ, ദൈവത്തിന്റെ വീര്യ പ്രവർത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ ശക്തയായ പരിശുദ്ധ കന്യകാമറിയം നമ്മളോടൊപ്പമുണ്ട് എന്ന വലിയ സത്യം നാം തിരിച്ചറിഞ്ഞ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആ ശക്തിയുടെ മുൻപിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുവാൻ തയ്യാറാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമാണ് പരിശുദ്ധ കന്യകാമറിയം സന്നിഹിതയായിരുന്ന, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്ന വളരെ അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നിരിക്കാം. ആ കുടുംബത്തിന്റെ വിവാഹ വിരുന്നിന്റെ ഏറ്റവും വിശിഷ്ട വിഭവമായ വീഞ്ഞ് ആ സൽക്കാരത്തിനിടയിൽ തീർന്നു പോവുകയാണ്. അതറിഞ്ഞ ഈശോയുടെ അമ്മ വന്ന് കർത്താവിനോട് പറയുന്നു, മകനെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. ഉടനെ ഈശോ തിരിച്ച് 2 കാര്യങ്ങൾ ചോദിച്ചു. സ്ത്രീയെ, നിനക്കും എനിക്കും എന്ത്? രണ്ടാമത് അവിടുന്ന് പറയുകയാണ്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. സമയമായിട്ടില്ല എന്ന് കർത്താവായ ക്രിസ്തു പറയുമ്പോൾ ഏകദേശം 30 വയസ്സ് ഈശോയ്ക്ക് പിന്നിട്ടിട്ടുണ്ട്. എന്നാൽ അതേ യേശുവിനെ കുറിച്ച് ബാലനായ യേശു ദേവാലയത്തിൽ എന്ന പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്, യേശുവിന് ഏകദേശം 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ അമ്മയായ കന്യകാമറിയത്തോടും വളർത്തുപിതാവായ യൗസേപ്പിനോടുമൊപ്പം ജെറുസലേം ദേവാലയത്തില് ദൈവത്തെ ആരാധിക്കുവാൻ പോയി. തിരുനാള് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തങ്ങളോടൊപ്പമുള്ള യാത്രാ സംഘത്തിന്റെ കൂടെ മകൻ ഉണ്ടായിരിക്കും എന്നവർ കരുതി. എന്നാൽ 3 ദിവസത്തെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പിതാവും തിരിച്ചറിയുകയാണ്, കർത്താവായ ക്രിസ്തു, ദൈവപുത്രൻ യേശു ക്രിസ്തു അവരുടെ കൂടെ ഇല്ല. അവര് ഭയചകിതരായി ഈശോയെ അന്വേഷിച്ച് മടങ്ങി പോവുകയാണ് ജെറുസലേമിലേക്ക്. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ജെറുസലേം ദേവാലയത്തില് നിയമജ്ഞരുടെയും മറ്റു ശ്രേഷ്ഠന്മാരുടെയും ഇടയിലിരുന്നു കൊണ്ട് നിയമത്തെക്കുറിച്ച്, ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് തർക്കിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നവനായി 12ാമത്തെ വയസ്സില് കർത്താവായ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ഈശോയാണ് പറയുന്നത്, കനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അത് കേട്ട പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. കർത്താവ് എന്തു പറയുന്നുവോ, ക്രിസ്തു എന്തു പറയുന്നുവോ അതുപോലെ ചെയ്യുക. വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാമറിയം
നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? യേശുവിനെ അനുസരിക്കുവാനും വചനം മാംസം ധരിപ്പിക്കുവാനും വചനം പാലിച്ച് വചനത്തിൽ ജീവിക്കുവാനും വചനം വിശ്വസിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കുറച്ചുകൂടി തീവ്രമായ വിശ്വാസമുള്ളവര് പറയും, പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് മറ്റൊരു പാഷണ്ഡതയാണ്. അതല്ല, പരിശുദ്ധ മറിയം ആരാണ്? ഈ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയും. എന്നാൽ ഇനി നാം ചിന്തിക്കുന്നത്, പരിശുദ്ധ മറിയം കനായിലെ വിവാഹ വിരുന്നില് അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവായ ക്രിസ്തുവിനെ ഉണർത്തിയെങ്കിൽ പരിശുദ്ധ അമ്മയോട് യേശു പറഞ്ഞു, എന്റെ സമയം ആയിട്ടില്ല. പരിശുദ്ധ മറിയം പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അത് കേട്ടയുടൻ യേശു പറയുകയാണ്, ഒഴിഞ്ഞ കൽഭരണികളിൽ, ഒഴിഞ്ഞ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. പരിചാരകർ ചോദ്യം ചെയ്യാതെ അതനുസരിച്ചു. അവരുടെ ഒഴിഞ്ഞ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അത് 6ഉം വക്കോളം നിറച്ചു. വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇനി പകർന്ന് കല്ലവറക്കാരന്റെ അടുത്തു കൊണ്ട് ചെല്ലുവിൻ. ഏറ്റവും മുന്തിയ തരം വീഞ്ഞായി ആ വെള്ളം അവിടെ മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലാത്ത ശാരീരിക, മാനസിക, ആത്മീയ സമാധാനം, സൗഖ്യം, കടബാധിത, രോഗം, ദുഃഖം, ദുരിതം, സമാധാനമില്ല, സന്തോഷമില്ല, എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരമില്ല, എത്രയേറെ അധ്വാനിച്ചാലും സമ്പത്തില്ല, കടബാധിതയാണ്, മക്കൾ അനുസരിക്കില്ല, കുടുംബ സമാധാനമില്ല, നാട്ടിലെ സമാധാനമില്ല, സ്വസ്ഥതയില്ലാത്ത ഒരു സമൂഹമായി ഈ നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ മറിയത്തിലേക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഒഴിഞ്ഞ കൽഭരണികൾ നിറയപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഇല്ലാത്ത അവസ്ഥകൾ മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും നമ്മളെ വിട്ടൊഴിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവിന്റെ മേൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈശോയെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവരോട് പറയുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വചനം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് സകല പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. പരിശുദ്ധ മറിയത്തോടൊത്ത് പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ ശുശ്രൂഷയില് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിശാചുക്കളുടെ മേലും രോഗങ്ങളുടെ മേലും പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അതേ അഭിഷേകവും അധികാരവും ശക്തിയും ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വന്ന് ഈ ജനത്തിന്റെ മേല് ഇപ്പോൾ മാംസം ധരിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഇവിടെ മാംസം ധരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തെ ഭരിക്കുന്ന പാപത്തിന്റെ, സസമാധാനത്തിന്റെ, മദ്യപാനത്തിന്റെ, വ്യഭിചാരത്തിന്റെ, കുടുംബ കലഹത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ സകല പിശാചുക്കളുടെ മേല് നിങ്ങൾക്കിപ്പോൾ ശക്തിയും അധികാരവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ കലഹത്തിന്റെ ദുഷ്ടശക്തികൾ ഇപ്പോൾ നിങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. കുടുംബങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. വ്യക്തിബന്ധങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. ജീവിത പങ്കാളികളെ വിട്ടു മാറിപ്പോകട്ടെ. നിങ്ങളുടെ മക്കളെ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, നമ്മളെ വിടിവിക്കുന്ന ദൈവത്തിന്റെ വചനം, പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ ആ വചനങ്ങൾ ഓരോന്നും ഇവിടെ ഇപ്പോൾ മാംസം ധരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വചനം. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു.
അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവിന്റെ മുൻപിൽ. നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ ചവിട്ടി നടക്കുന്ന മദ്യപാനം, കുടുംബകലഹം, വ്യഭിചാരം, അസമാധാനം, വിവാഹ തടസ്സം, ദാരിദ്ര്യം, കടബാധ്യത, ദുഃഖം, നിരാശ, ആത്മഹത്യാ ചിന്തകള്, ദൈവവിശ്വാസമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ എവിടെയല്ല ഏതെല്ലാം പിശാചുക്കള്, ഏതെല്ലാം ദുഷ്ടശക്തികൾ നിങ്ങളെ ചവിട്ടി നടക്കുന്നുണ്ടോ, വിവിധങ്ങളായ രോഗങ്ങള്, ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാ പാമ്പുകളുടെയും, വലതുകരം ഉയർത്തിപ്പിടിക്കുക, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല, ഒന്നും എന്നെ പീഡിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയിലെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ പ്രിയപ്പെട്ട മക്കളെ മാനസികമായും ശാരീരികമായും ആത്മീയമായും ഞെരുക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല പിശാചുക്കളുടെ മേല്, സകല പാമ്പുകളുടെയും സകല തേളുകളുടെയും സകല രോഗശക്തികളുടെയും മേൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർക്ക് വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, മോചനമുണ്ടാകട്ടെ. സകല പിശാചുക്കളും സകല പാപത്തിന്റെ ശക്തികളും ഇപ്പോൾ ഞങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. കുടുംബങ്ങളെ വിട്ടുമാറട്ടെ, ജീവിതങ്ങളെ വിട്ടുമാറട്ടെ. സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.